അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ മരണത്തെക്കുറിച്ചും നമ്മുടെ ഖബറിനെക്കുറിച്ചും ചിന്തിക്കുവാൻ സാധിക്കണം. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങളെ തിരുത്താനും ചിലതു ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുവാനും സാധിപ്പിക്കും. ഖബർ കാണുമ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനയുമായിരുന്നു, കണ്ണുനീർ ചാലിട്ടൊഴുകുമായിരുന്നു. കാരണം ആദ്യത്തെ ഭവനമെന്നുള്ളത് ഖബറാണ്. നമുക്ക് ചെന്നുകിടക്കാനുള്ള ഈ ഒരു ഇടത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നാം ആലോചിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവർ, ആടിയുലയുന്ന മയ്യത്തു കട്ടിലിൽ നമ്മെയും വഹിച്ചുകൊണ്ട് പോകുന്ന യാത്ര. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു ചീത്ത ആത്മാവാണ് എങ്കിൽ ആടിയുലയുന്ന മയ്യത്തു കട്ടിലിൽ നിന്ന് ആ മയ്യത്ത് അട്ടഹസിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ആ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല, മയ്യത്ത് ചുമന്നുകൊണ്ടുപോകുന്നവർ കേൾക്കുന്നില്ല. എന്നാൽ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും മയ്യത്തിൻ്റെ കരച്ചിൽ കേൾക്കുമെന്നാണ്. ആ കരച്ചിൽ കേൾക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ, നമ്മൾ കേൾക്കുമായിരുന്നുവെങ്കിൽ, നമ്മൾ ബോധം നഷ്ടപ്പെട്ട് താഴെ വിടുമായിരുന്നു. മയ്യത്ത് ചുമന്നുകൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിൻ്റെ നഷ്ടബോധങ്ങളും ആ മയ്യത്തിൻ്റെ അട്ടഹാസങ്ങളും കേൾക്കുമായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ എത്ര മാറുമായിരുന്നു, എത്ര തിന്മകളിൽ നിന്ന് നമ്മൾ തിരുത്തുമായിരുന്നു. പ്രിയമുള്ളവരെ, അതിനപ്പുറം നമുക്ക് ചെന്നുകിടക്കാനുള്ള ആദ്യ ഗേഹത്തെക്കുറിച്ച്, ആദ്യ ഭവനത്തെക്കുറിച്ച് ഒരല്പനേരം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറി, നമ്മുടെ തിരക്കുകളിൽ നിന്ന് മാറി, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് മാറി നമുക്കൊന്ന് ആലോചിക്കണം. അതാണ് നമ്മുടെ വിഷയം. അതുമാത്രമാണ് നമ്മെ ബാധിക്കുന്ന വിഷയം. ഭൗതികമായ ഏതു പരിക്കുകളും അതിൽ നിന്ന് നമുക്കൊരു പക്ഷേ രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. എന്നാൽ മരണത്തിനപ്പുറം നാം ചെന്ന് നമുക്ക് കിടക്കാനുള്ള നമ്മുടെ വീട്ടിൽ, ഖബറിൽ നമ്മളെ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നാം ചെയ്ത കാര്യങ്ങളാണ് അവിടെ നമുക്ക് അനുഭവിക്കാനുള്ളത്. ആ ഒരു ലോകത്തെപ്പറ്റി ആലോചിച്ചവനും ആ ഒരു ദിവസത്തെപ്പറ്റി സ്വയം ഒന്ന് വിചാരണ ചെയ്തവനും അവിടേക്ക് വേണ്ടി അമലുകളെ കണക്കു നോക്കിയവനും മാത്രമാണ് ആ ലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുക. ഇവിടെ നാം ആ ഒരു ലോകത്തെക്കുറിച്ച് വിസ്മരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള സാഹചര്യം പ്രയാസമായിരിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലിൽ ഖബരി ലഗ്തൻ, തീർച്ചയായും ഖബറിന് ഒരു ഇടുക്കമുണ്ട്. മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ മുകളിൽ കല്ലുപാകി വെളിച്ചമെത്തുന്ന അവസാനത്തെ സുഷിരവും അടച്ച് പ്രിയമുള്ളവർ മണ്ണുവാരിയിട്ട് ഖബറിന്റെ പണി പൂർത്തിയാക്കി അവർ തിരിച്ചു പോകും. ആ കൂരിരുട്ടിൽ ഇടുങ്ങിയ ഗേഹത്തിൽ നമ്മുടെ മയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ആ മയ്യത്തിനെ ഖബറൊന്നണച്ചു പൂട്ടും. വാരിയല്ലുകൾ പരസ്പരം ഒന്ന് കൂടി പിണരും. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ലൗകാന അഹദുൻ നാജിയൻ മിൻഹാ നജാ സഅദ് ഇബ്നു മുആദ്. ആരെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നുവെങ്കിൽ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ വെറുതെ വിടുമായിരുന്നു. ആരാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു? അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് തഹറക ലഹുൽ അർശ്, അർശ് പ്രകമ്പനം കൊണ്ടു. ഏഴാകാശത്തിനുപരിയിൽ, ബൈത്തുൽ മഅ്മൂറിന്റെ മുകളിൽ, സിദ്റത്തുൽ മുൻതഹയുടെ, ഇതിന്റെ എല്ലാം മുകളിൽ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ സൃഷ്ടി, ഏറ്റവും ഉയരങ്ങളിലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടി, ആ അർശ് തഹറക, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് പ്രകമ്പനം കൊണ്ടു. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. ഒരു സഹാബിയുടെ മരണവാർത്ത കേട്ട് ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. വശഹിദഹു 70,000 മിനൽ മലായിക, 70,000 മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചു അദ്ദേഹത്തിന്റെ ജനാസയിൽ. പ്രിയമുള്ളവരെ, ആ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഖബറൊന്ന് ചേർത്തിട്ടുണ്ട് എങ്കിൽ ആ ഇടുക്കം നമുക്കുണ്ട്. ആ ഖബറിലെ ശ്മശാന മൂകതയിലെ ആദ്യ രാത്രി നമുക്കനുഭവിക്കാനുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുബൂർ
മംലുഅത്തുൻ ദുൽമത്തുൻ അലാ അഹ്ലിഹ. ഖബറാളിയുടെ മേലിൽ കൂരാക്കൂരിരുട്ടാണ് ഖബർ ഒരുക്കിയിട്ടുള്ളത്. ഇരുട്ട് നമുക്ക് പേടിയാണ്. വീട്ടിൽ രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ, വെളിച്ചം പോയി, കരണ്ട് പോയി കഴിഞ്ഞാൽ ഒറ്റക്ക് നമ്മുടെ ഒരു വീട്ടിൽ കഴിയുന്നത് ആലോചിച്ചിട്ടുണ്ടോ? അത് ഇടുങ്ങിയ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളൊന്ന് ഒറ്റപ്പെടുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ആരുമില്ലാത്തൊരു കെട്ടിടത്തിൽ ലിഫ്റ്റിനുള്ളിൽ പെട്ടുപോകുന്നത്, അവിടെയുള്ള വെളിച്ചം നഷ്ടപ്പെടുന്നത്. എങ്കിൽ അതുപോലെയാണോ ഖബർ? അല്ലല്ലോ. ആർ തട്ടഹസിച്ചാലും ഒരാളും കേൾക്കാനില്ലാത്ത, ഒരാളും വന്നു നോക്കാനില്ലാത്ത, തൊട്ടരികിൽ സ്വന്തം വീടുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും ഭാര്യയുണ്ടെങ്കിലും ഒരാളും വന്ന് വിശേഷണങ്ങൾ അന്വേഷിക്കാനില്ലാത്ത, എന്താണ് നമ്മുടെ അവസ്ഥയെന്ന് പോലും ചിന്തിക്കാനില്ലാത്ത, നമ്മളൊറ്റക്കനുഭവിക്കാനുള്ള ലോകമാണ് ഖബർ. അവിടെ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്ത അമലുകൾ മാത്രമാണ് നമ്മുടെ കൂടെയുള്ളത്. മറ്റൊന്നും നമുക്ക് തുണയായില്ല. അവസാനത്തെയാളും ഖബറിൽ നമ്മെ ഇറക്കി വെച്ച് എത്ര വലിയ സ്നേഹബന്ധമാണെങ്കിലും എത്ര വലിയ ആത്മബന്ധമാണെങ്കിലും അവർ തിരിച്ചു നടക്കും. മക്കൾ തിരിച്ചു പോകും, മാതാപിതാക്കൾ തിരിച്ചു പോകും, കൂട്ടുകാർ തിരിച്ചു പോകും. ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം. ആ തിരിച്ചു പോകുന്നവരുടെ കാലടിയുടെ ശബ്ദങ്ങൾ അത് നമ്മൾ ഖബറിൽ കിടക്കും. നമ്മൾ അറിയും, അവസാനത്തെയാളും ഈ ഇരുട്ടത്ത്, ഇടുങ്ങിയ ഈ ലോകത്ത് ഖബറിൽ എന്നെ തനിച്ചാക്കി അവർ തിരിച്ചു മടങ്ങുന്നു എന്ന് ഖബറിൽ കിടന്ന് നമ്മൾ തിരിച്ചറിയുന്ന രംഗം, നമ്മൾ ഒറ്റക്കാകുന്നു എന്ന് തിരിച്ചറിയുന്ന രംഗം എത്ര ഭീകരമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കുക. അവിടേക്ക് വേണ്ടി വെളിച്ചം സമ്പാദിക്കുക, അവിടേക്ക് വേണ്ടി നന്മകൾ ഒരുക്കുക. ആ ഒരു ലോകത്ത് നമുക്ക് പ്രയാസമാകുന്ന ഏതെങ്കിലും തിന്മകൾ ഇവിടെ നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമ്മുടെ പെരുമാറ്റത്തിലുണ്ടോ, നമ്മുടെ സ്വകാര്യതകളിലുണ്ടോ, തിരുത്താൻ, നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ തയ്യാറാവുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലഹരിയുടെ അപകടങ്ങൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം മക്കളെ വകവരുത്തുന്ന വാർത്തകളും, ഉമ്മയെ കൊലപ്പെടുത്തിയതും ഉപ്പ മകനെ വകവരുത്തിയതും, സഹോദരന്മാർ പരസ്പരം ലഹരി തലക്ക് പിടിച്ച് തമ്മിൽ കൊല്ലാൻ ശ്രമിച്ചതുമൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. ലഹരിയുടെ വേട്ടകൾ ഓരോ ദിവസവും കേൾക്കുന്നത് കോടികളുടെ കണക്കുകളാണ്. ഓരോ പ്രദേശങ്ങളിൽ നിന്നും 100 കോടിയുടെയും 1000 കോടിയുടെയും ഒക്കെ ലഹരിപ്പൊതികൾ ചെറുപ്പക്കാരുടെ കൈകളിൽ നിന്ന് പിടികൂടുന്നു. ഇതൊക്കെ വിറ്റഴിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലാണ്. നമ്മുടെ മക്കൾ കഴിയുന്ന അവരുടെ തൊട്ടരികിലാണ് ഇത്തരം കച്ചവടങ്ങൾ നടക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് രക്ഷിതാക്കൾക്കുണ്ടാകണം. മഹാനായ അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വസിയത്ത്, ഉപദേശം എന്നുള്ളത് ലാ തശ്റബിൽ ഖംർ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ. ഖംർ, മദ്യം നീ കുടിക്കരുത്, തീർച്ചയായും എല്ലാ ഷർറിൻ്റെയും താക്കോലാണ് മദ്യം എന്നുള്ളത്. ഖമറ, ഖംർ എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ മൂടുക, മൂടുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അഥവാ ഒരാളുടെ തലച്ചോറിനെ മൂടുന്നത്, ബുദ്ധിയെ മൂടുന്നത്. ഇന്ന് പല രൂപത്തിലാണ് ലഹരിപ്പൊതികൾ. പണ്ട് സ്മെല്ല് ആളുകൾക്ക്, തൊട്ടരികിലുള്ള ആളുകൾക്ക് സ്മെല്ല് അനുഭവപ്പെടുമായിരുന്നു. ഇന്ന് സ്മെല്ലില്ല. ചില സ്റ്റിക്കറുകൾ, ചില സ്റ്റാമ്പ്, ചില പൊടികൾ, അത് നാവിൻ്റെ അടിയിൽ വെക്കുന്ന രൂപത്തിൽ, ചുണ്ടിനിടയിൽ വെക്കുന്ന രൂപത്തിൽ, തൊട്ടരികിലിരിക്കുന്ന ആൾക്ക് പോലും അറിയുന്നില്ല അയാൾ ഒരു മാരകമായ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നു എന്നത്. അത് ഉപയോഗിക്കുന്നതോടുകൂടെ പിന്നീട് മണിക്കൂറുകൾ, 2 ദിവസം 3 ദിവസം അവൻ്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല, എന്താണ് ചെയ്യുന്നത് എന്നറിയുന്നില്ല. അവൻ്റെ ബുദ്ധി മൂടുകയാണ്. കുട്ടിയെ തിരിച്ചറിയുന്നില്ല, ഭാര്യയെ മനസ്സിലാകുന്നില്ല, ഉമ്മയെ മനസ്സിലാകുന്നില്ല, പെങ്ങളെ തിരിച്ചറിയുന്നില്ല. അങ്ങനെ ബുദ്ധിയെ മൂടുന്നതെല്ലാം, അതിൽ നിന്നെല്ലാം ഒരു മുസ്ലിം മാറി നിൽക്കണം.
അത് തിന്മകളുടെ താക്കോലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, തോന്നിവാസങ്ങളുടെ ഉമ്മയാണ്, എല്ലാ തോന്നിവാസങ്ങളുടെയും കേന്ദ്രമാണ് ഖംർ എന്നുള്ളത്. വ അക്ബറുൽ കബായിർ, ഏറ്റവും വലിയ വൻപാപങ്ങളിൽപ്പെട്ട വിഷയമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകി. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, ഇവർക്കെല്ലാം ഈ ലഹരിയിൽ നിന്ന് ഒരു തുള്ളി ശരീരത്തിനുള്ളിലെത്തിയാൽ സ്വന്തത്തെ മറക്കുന്ന, കുടുംബത്തെ മറക്കുന്ന, ഉമ്മപെങ്ങന്മാരെ മറന്നുപോകുന്ന ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു തിന്മയിൽ ഒതുങ്ങുന്നതല്ല ലഹരി കൊണ്ടുള്ള അപകടങ്ങൾ. മലപ്പുറം ജില്ലയിൽ ഒരു ജ്വല്ലറി മോഷണത്തിന് 5 കുട്ടികളെ പിടിച്ചു. ആ മോഷണം നടന്ന ഉടനെ പിടിക്കപ്പെട്ടു. SP അവരുടെ ഫയൽ പഠിച്ചപ്പോൾ നല്ല സമ്പന്ന കുടുംബത്തിലുള്ള കുട്ടികളാണ്. ഒരു മോഷ്ടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ അവർക്കില്ല. അങ്ങനെ ഒരു ദാരിദ്ര്യ പ്രയാസങ്ങളുള്ള കുടുംബമല്ല. 5 കുട്ടികളും നല്ല സമ്പന്നരാണ്, നല്ല സാമ്പത്തികമുള്ള ശേഷിയുള്ള കുടുംബത്തിലാണ്. അപ്പൊ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവരുപയോഗിക്കുന്ന ലഹരി, പല ലഹരി പൊതികൾക്കും ചെറിയ ഒരു ഗ്രാമിന് സ്വർണത്തേക്കാൾ വിലയുള്ള, സ്വർണത്തിനേക്കാൾ വിലയുള്ള ലഹരിപ്പൊടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ലഹരി വാങ്ങുന്നതിന് വേണ്ടി ജ്വല്ലറി ആക്രമിച്ച് അവിടെ നിന്ന് മോഷണം നടത്തിയതാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ലഹരി അത് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും, മോഷണത്തിലേക്ക് എത്തിക്കും, സ്വന്തം മാതാപിതാക്കളെപ്പോലും കൊല ചെയ്യുന്ന, മക്കളെപ്പോലും കൊല ചെയ്യുന്ന അപകടത്തിലേക്ക് എത്തിക്കുമെന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് ചികിത്സക്ക് പോലും, ഒരു ചികിത്സയുടെ ഭാഗമായി കൊണ്ടുപോലും ലഹരി ഉപയോഗിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ലൈസത് ബിദവാ വലാകിന്നഹാ ദാ, ഒരിക്കലും ലഹരി എന്നുള്ളത് അത് മരുന്നല്ല, അതിൽ നിങ്ങൾക്ക് ശമനമില്ല, അത് നിങ്ങൾക്ക് രോഗമാണ്. രോഗമായിക്കൊണ്ടാണ് ലഹരിയെ കാണേണ്ടത്. ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ അവിടെ ചെന്ന് ലഹരി ഉപയോഗിച്ചു തുടങ്ങി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരാളെ ലഹരിക്ക് അടിമപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ 1 മാസമൊന്നും അവനിത് കൊടുക്കണമെന്നില്ല, ഒരൊറ്റ തവണ കൊടുത്താൽ മതി. അത് കച്ചവടം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 1 തവണ കൊടുത്ത് അല്ലെങ്കിൽ 2 തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ തെരഞ്ഞു വരും. ഈ കുട്ടി ബാംഗ്ലൂരിൽ നിന്ന് പഠനം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി. ഉപ്പാക്ക് ചെറിയ സംശയങ്ങളുണ്ടായി. വീട്ടിൽ ഉപ്പ അടച്ചിട്ടു. 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവന് ടേബിളിലുള്ള മുഴുവൻ പാത്രങ്ങളും തല്ലി തകർത്തു. വീട്ടിലെ TV തച്ചുടച്ചു. അവിടെ ഉണ്ടായിരുന്ന അവന്റെ കൺമുന്നിൽ കാണുന്ന എല്ലാ വസ്തുക്കളും അവൻ തല്ലി തകർത്ത് ഉപ്പയുടെ നേരെ ആക്രമിക്കാൻ വന്നു. ലാസ്റ്റ് അയൽവാസികളും കുടുംബക്കാരും എല്ലാവരും കൂടെ പിടിച്ച് ആശുപത്രിയിൽ ചെന്നപ്പോഴാണ്, ഇതാ മോനെ ലഹരിയുടെ അത് മാറ്റാൻ കഴിയാത്ത സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, ഡിപ്രഷനിലാണുള്ളത്, അതുകൊണ്ട് ഇനി ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൽ നിങ്ങൾക്ക് ചികിത്സയില്ല. ലഹരി എന്നുള്ളത് നിങ്ങൾക്ക് രോഗമാണ്, അതിലൂടെ ഉണ്ടാകാനുള്ളത് അപകടങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകി. റസൂലുള്ളാഹി പഠിപ്പിച്ചു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം അത് ഖംറാൻ, അതെല്ലാം നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകി. അതുകൊണ്ട് ഒരു കാരണവശാലും ലഹരിയുമായി ഒരു ബന്ധവും നമുക്കില്ല എന്നുറപ്പിക്കാൻ, അത് ഏതാകട്ടെ, ഊതിവിടുന്ന രൂപത്തിലുള്ളതുണ്ട്, അതുപോലെ തന്നെ പല അതിൻ്റെ രൂപവും കാര്യമൊന്നും ഒരു ഹുത്തുബയിൽ പറയേണ്ടതില്ലല്ലോ. അതെന്തായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് പൂർണ്ണമായി മാറാൻ നമുക്ക് സാധിക്കണം. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം അത് ഹറാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇത് ഇത്രയധികം വ്യാപകമാകാനുള്ള കാരണം, ഇന്ന് അതിൻ്റെ കണക്കൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. അത്ര ഭീകരമാണ് ലഹരിയുടെ കണക്കുകൾ. അത് ഉപയോഗിച്ചു തുടങ്ങുന്ന കുട്ടികളുടെ പ്രായമാകട്ടെ, നമ്മുടെ നാട്ടിൽ
വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ കണക്കുകളാകട്ടെ അത് പേടിപ്പെടുത്തുന്നതാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് വളരെ പെട്ടെന്ന് പണമുണ്ടാക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ്. വളരെ പെട്ടെന്ന് പണമുണ്ടാക്കാൻ കഴിയും. ഒരാൾക്ക് ഒരു കസ്റ്റമറിന് 2 തവണ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു തവണ ഇത് നിനക്ക് ഒരു കുട്ടിയോട് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പരീക്ഷയുടെ സമയത്ത് ഒരു ഉന്മേഷം കിട്ടും, പഠിക്കാൻ നല്ലൊരു താല്പര്യം കിട്ടും, അല്ലെങ്കിൽ സ്പോർട്സിന്റെ സമയത്ത് നിനക്ക് കുറച്ചുകൂടെ ഒരു ഉഷാറുണ്ടാകും എന്ന് പറഞ്ഞ് ഒരു തവണ നൽകിയാൽ, ഒരു 2 തവണ നൽകിയാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ അവൻ അതിന്റെ അടിമയാണ്. പിന്നെ ആളെ തെരഞ്ഞു ചെല്ലും. എവിടെയാണോ ഉള്ളത്, ഈ ജില്ലയിലില്ലെങ്കിൽ ഏത് ജില്ലയിലാണുള്ളത്, ഏത് സംസ്ഥാനത്താണുള്ളത്, അവിടേക്ക് ചെന്നുകൊണ്ട് അത് ചോദിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 2 തവണ കൊടുക്കുന്ന പണിയേ ഉള്ളൂ. പിന്നെ ലാഭം വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടങ്ങാതിരിക്കുക എന്നതാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, യുവാക്കളെ, രക്ഷിതാക്കളെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്. തുടങ്ങാതിരിക്കുക. അത് എന്തിന്റെ പേരിലാണെങ്കിലും. സ്കൂളിലെ ടൂറാണ്, കുടുംബത്തിലെ കല്യാണാണ്, ആഘോഷാണ്. അതുകൊണ്ട് ഇന്നൊരു ദിവസം, ഇന്നത്തെ ഒരു ആഘോഷത്തിന് വേണ്ടി, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മരണപ്പൊതികൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്നു മാറി നിൽക്കാനും ഇത്തരം ലഹരികൾ തുടങ്ങാതിരിക്കാനും സാധിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വിഷയം, ഒരു വലിയ ലോബി ഇതിന്റെ പിന്നിലുണ്ട്. ഇതിന്റെ പിന്നിൽ വലിയൊരു മാർക്കറ്റുണ്ട്. അവരുടെ മാർക്കറ്റ് എന്നുള്ളത് നമ്മുടെ മക്കളാണ്. നമ്മൾ രാവിലെ നല്ല ഡ്രസ്സ് കൊടുത്ത്, നല്ല വസ്ത്രം ധരിപ്പിച്ച്, ബാഗ് ചുമലിൽ വെച്ചു കൊടുത്ത് നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന നമ്മുടെ 6ാം ക്ലാസ്സിലെ, നമ്മുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കളാണ് അവരുടെ മാർക്കറ്റ്. ആ കുട്ടികളെയാണ് അവർ വരുമാനമായി കാണുന്നത്. കാരണം ഒരു കുട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ എത്ര കാലമുണ്ടോ അത്രയും കാലം ആ വരുമാനം അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എതിർക്കാൻ പോലും കഴിയില്ലെന്ന്. റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാൽ, ഒരു പൊതു ഇടത്തിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാൽ അത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാടില്ല എന്ന് പറയുന്നവർ സദാചാര ഗുണ്ടകളായി മാറുന്നു. അവർക്കെതിരെയാണ് സമൂഹം. ഒരു തെറ്റിനെ എതിർക്കാൻ പോലും, ഒരു ലഹരി ഉപയോഗിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്നത് പോലും സമൂഹം അവർക്ക് നൽകുന്ന പേരാണ് സദാചാര ഗുണ്ടകൾ. അതുകൊണ്ട് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതിലൊന്നുമല്ല ആസ്വാദനം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇതൊന്നുമല്ല യഥാർത്ഥ ആസ്വാദനം. യുവാക്കളെ, ഇവിടെ ജീവിതം നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. യഥാർത്ഥ ജീവിതം മരണത്തിനപ്പുറാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടക്കൽ ഒരു അപകടമുണ്ടായി. 2 ചെറുപ്പക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. അൽമാസ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ അതിലൊരു കുട്ടിയുടെ മയ്യത്ത് കൊണ്ടുവന്നു. ആ മോർച്ചറിയുടെ പുറത്ത് ഒരുപാട് ചെറുപ്പക്കാരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. കുറെ 20ഉം 25ഉം വയസ്സുള്ള ഒരുപാട് ചെറുപ്പക്കാർ അതിന്റെ പുറത്തിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. മരിച്ചതൊരു ചെറുപ്പക്കാരനാണ്. ആ മരിച്ച മനുഷ്യന്റെ തൊട്ടടുത്ത് പ്രായമായ ഒരാൾ നിൽക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ വല്ലിപ്പ. കയ്യിലൊരു തുണിപ്പൊതിയുണ്ട്. ഒരു സുഹൃത്ത് സമാധാനിപ്പിക്കാൻ വേണ്ടി ആ പ്രായമായ മനുഷ്യന്റെ അരികിൽ ചെന്നപ്പോ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്: മോനെ, ഈ കിടക്കുന്നത് എൻ്റെ മോനാണ്. നാളെ അവന്റെ കല്യാണമാണ്. ശനിയാഴ്ചയാണ് ആക്സിഡന്റ് ആയിട്ടുള്ളത്. നാളെ എൻ്റെ കുട്ടിയുടെ കല്യാണമാണ്. കല്യാണത്തിന്റെ അടിക്കാൻ കൊടുത്ത ഡ്രസ്സ് അത് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരന്റെ ബൈക്കിൽ കയറിയിട്ട് എന്നാ ഉപ്പ ഞാൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാണ്. ആ പോക്കിലാണ് അപകടം. ആ ഡ്രസ്സ് വാങ്ങി വരുമ്പോഴാണ് അപകടം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? തൊട്ടടുത്ത ദിവസം കല്യാണപ്പന്തലിൽ കൂട്ടുകാരുടെ കൂടെ സന്തോഷത്തോടുകൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ കഫൻ പുടവയിൽ പൊതിഞ്ഞ് മയ്യത്തായി കിടക്കാൻ. അവന് വേണ്ടി ഒരുക്കിയ അതേ പന്തലിൽ കല്യാണത്തിന് ആളുകളൊക്കെ സന്തോഷത്തോടുകൂടെ പുതിയാപ്പിളയെ കാണാൻ വരുന്ന ആ കാഴ്ച എല്ലാ വീട്ടിലുള്ളത്. ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്നുറക്കങ്ങനെ വിളിച്ചു ചോദിച്ച് അവസാനമായിട്ട് ആ മയ്യത്ത് കാണാൻ വേണ്ടി കുടുംബക്കാരും ഉറ്റവരും വന്നു നോക്കുകയാണ്. എത്രയെത്ര മരണങ്ങൾ ഈ കോവിഡ് കാലത്തിന് ശേഷം നമ്മൾ കേട്ടു, ചെറുപ്പക്കാരുടേത്. ഇന്നലെ ഒരു സഹോദരൻ 23ഓ 24ഓ വയസ്സാണ്, ഉറങ്ങാൻ കിടന്നതാണ്. രാവിലെ വിളിച്ചു നോക്കുമ്പോ ജീവനില്ല. അള്ള തീരുമാനിച്ച ആയുസ് കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 42ാമത്തെ ദിവസം നമുക്ക് രേഖപ്പെടുത്തുന്ന നമ്മുടെ അജലുണ്ടല്ലോ, നമ്മുടെ അവധി ഉണ്ടല്ലോ, ആ അവധി എത്തിയിട്ടുണ്ട്.
എപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്ന് നമുക്കറിയില്ല. ലഹരി ആസ്വദിച്ച് ലഹരിയുടെ മത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും യുവാക്കളെ നമുക്കുണ്ടായിക്കൂടാ. അതുകൊണ്ട് പൂർണ്ണമായി ഇത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ദീനാണ്, നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബമാണ്, നഷ്ടപ്പെടുത്തുന്നത് നമ്മളെ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് റിജ്സും വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഇത് ശൈത്താന്റെ അമലാണ് എന്ന തിരിച്ചറിവോടുകൂടെ ഇത്തരം തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. രാവിലെ ഖബറിന്റെ പണി ചെയ്തുകൊണ്ടിരുന്നൊരു സുഹൃത്ത്, അദ്ദേഹം മരണപ്പെട്ടു. ഉച്ചയോടുകൂടെ അദ്ദേഹത്തെ ഖബറടക്കി. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഇങ്ങനെയാണ്: ചില മരണങ്ങൾ നമ്മെ വളരെ സങ്കടപ്പെടുത്തും. ഇന്ന് രാവിലെ പള്ളിത്തൊടിയിൽ ഖബർ കുഴിക്കാൻ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ആയപ്പോഴേക്കും ആ ഖബറിന്റെ അവകാശിയായി. വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇനിയുള്ള ജീവിതം ഖബറിലാണ് എന്ന്. രാവിലെ ഖബറിന്റെ പണിയെടുത്തു, ഉച്ചക്ക് ആ ഖബറിന്റെ അവകാശിയാണ്. വളരെ പെട്ടെന്നാണ് നമ്മുടെയൊക്കെ അവസ്ഥകൾ മാറുക. മരണത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നമ്മളൊക്കെ ഒന്നാം ആകാശത്തിലെത്തും. ഒരുപാട് സമയമൊന്നും വേണ്ട. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മരണം കണ്ട് വീട്ടുകാർ ആകെ പേടിച്ച് അന്താളിച്ച് നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കും. മലക്കുൽ മൗത്ത് റൂഹിനെ മലക്കുകളുടെ കൈകളിലേക്ക് കൈമാറുകയും ആ ആത്മാവുമായി ഒന്നാം ആകാശത്തിലേക്ക് മലക്കുകൾ യാത്ര തിരിക്കുകയും ചെയ്യും. അതോടുകൂടെ നമ്മുടെ അവസ്ഥകൾ മാറുകയാണ്. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല കാര്യങ്ങൾ നടക്കുക. ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. കടം തീർക്കാൻ വേണ്ടി പ്രവാസ ലോകത്തേക്ക് വന്നൊരു സുഹൃത്ത് ഇവിടെ എത്തി. കുറച്ച് ദിവസം കഴിഞ്ഞ ഉടനെ അദ്ദേഹം മരണപ്പെട്ടു. കടം തീർക്കാൻ വന്നതാണ്. നാട്ടിലെ നമ്പർ കണ്ടെത്തി ചില സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. ഭാര്യയാണ് ഫോൺ എടുത്തത്. ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറെ അവർ കരഞ്ഞു. കരച്ചിൽ തീർന്നതിന് ശേഷം ഇദ്ദേഹം ചോദിച്ചു, മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? എത്ര രൂപ ചെലവ് വരും മയ്യത്ത് കൊണ്ടുവരാൻ? ഇത്ര രൂപ വേണം. അങ്ങനെയാണെങ്കിൽ അത്ര പൈസ തരാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ അവിടെ തന്നെ മറവ് ചെയ്തോളൂ. എന്നിട്ട് ആ സഹോദരി പറഞ്ഞു, എൻ്റെ മകള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ആ കുട്ടി വന്നിട്ട് അവളോടുകൂടെ ചോദിച്ചിട്ട് ഞാൻ പറയാം, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കുമെന്നാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വിളിച്ചു. ആ ചെറിയ കുട്ടി ഫോൺ എടുത്തു. ഉപ്പ മരിച്ചു എന്നത് ആ കുട്ടിക്കറിയാം. അദ്ദേഹം ചോദിച്ചു, ഞങ്ങളൊക്കെ ഇവിടെ മറവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഉമ്മയും സമ്മതിച്ചിട്ടുണ്ട്, എന്താണ് മോളുടെ അഭിപ്രായം? അപ്പോൾ ആ കുട്ടിയുടെ മറുപടി, എൻ്റെ ഉപ്പയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ എനിക്ക് എൻ്റെ ഉപ്പനെ കാണാൻ പറ്റാത്തത്. ഞാൻ എൻ്റെ ടീച്ചറോട് പറഞ്ഞ് ഞങ്ങളുടെ ക്ലാസ്സിലൊരു പിരിവ് നടത്തിയാൽ, ഞങ്ങളെ സ്കൂളിലുള്ള കുട്ടികളോട് ഒരു പിരിവ് നടത്തിയാൽ എൻ്റെ ഉപ്പാനൊന്ന് കാണാൻ പറ്റുമെന്നാണ്. പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് സ്കൂളിൽ പിരിവ് നടക്കാറുണ്ട്. അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ട് എൻ്റെ ഉപ്പാൻ്റെ മയ്യത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഞാൻ പറയുന്നത്, കടം തീർക്കാനെത്തിയൊരു മനുഷ്യൻ, പക്ഷേ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറയുന്ന രൂപത്തിലല്ല. അതിവേഗത്തിൽ മരണം നമ്മളെ പിടികൂടും. പഠനം പൂർത്തിയായാൽ മാത്രമേ മരിക്കൂ എങ്കിൽ കുറേ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാകണമായിരുന്നു. ചെറിയ കുട്ടികളുണ്ട്, അതുകൊണ്ട് മരിക്കില്ല എങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമായിരുന്നു. ചെറിയ കുട്ടികളാണ്, കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസമാണ്, വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും മരണത്തിനുള്ള തടസ്സങ്ങളല്ല. അതുകൊണ്ട് ജീവിതത്തെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ നമുക്ക് കാണാനും മരണത്തിനപ്പുറമുള്ളതാണ് യഥാർത്ഥ ജീവിതമെന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. ഖബറിലെ ജീവിതം, ആ ഖബറിലെ ശിക്ഷകൾ, അത് യാഥാർത്ഥ്യമാണ്. ഖബറിലെ ശിക്ഷയെപ്പറ്റി ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഖബറിലെ അദാബ്, ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, അത് പുലരാനുള്ളതാണ്. അതിനുശേഷം ഒരു നമസ്കാരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിലെ ശിക്ഷയെ തൊട്ട് അള്ളാഹുവിനോട് കാവല് ചോദിക്കാതെ കടന്നുപോയിട്ടില്ല. എല്ലാ നമസ്കാരത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവല് ചോദിച്ച വിഷയമാണ് ഖബർ. പ്രിയപ്പെട്ടവർ,
ആടി ഉലയുന്ന മയ്യത്തു കട്ടിലിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. 3 കഷ്ണം തുണികളിൽ നമ്മുടെ വീട്ടിന് മുന്നിൽ ആളുകൾ നമ്മളെ കാണാൻ തിക്കും തിരക്കും കൂട്ടുന്ന ഒരു ദിവസം. അതിനുശേഷം പ്രിയമുള്ളവരെ, എത്ര നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, ഖബറിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഇറക്കി വെക്കും. മുകളിൽ കല്ലുകൾ പാകി ചളികൾ കൊണ്ട് തേച്ച് അവസാനത്തെ സലാമും പറഞ്ഞു ഓരോരുത്തരും തിരിച്ചു പോകും. ആരും ഇവിടെ നിൽക്കൂല, കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും മൊബൈലിൽ വാട്സപ്പിൽ മെസ്സേജ് വന്നു, ജോലിയുടെ തിരക്ക്, ആളുകൾ ഇങ്ങനെ ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കും. 1 മണിക്കൂറിൽ കൂടുതലൊന്നും ഒരാളും ഖബറിനരികിൽ നിൽക്കൂല. ഇങ്ങനെ തസ്ബീഹത്ത് ചൊല്ലുമ്പോൾ ഇങ്ങനെ കണ്ണോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടാവും, ആരാണ് നിർത്തുന്നത്. ഒരാൾ നിർത്തിയാൽ നവിനാണ്ട് പോകായിരുന്നു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവസാനം മക്കൾ ബാക്കിയാകും. ആ മക്കളെയും പ്രിയപ്പെട്ടവർ ചുമലിൽ തട്ടി നനി ഉപ്പാനോട് സലാം പറഞ്ഞ് കാക്കാനോട് സലാം പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് അവർ അകലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ചെരുപ്പടിയുടെ ശബ്ദം ഖബറിൽ കേൾക്കും. അവസാനത്തെ മനുഷ്യനും ഖബറിനരികിൽ നിന്ന് നമ്മെ വിട്ടു പോകുന്നു. ഇടുങ്ങിയ ഖബറിൽ ഈ ശ്മശാന മൂകതയുടെ ആദ്യ രാത്രിയിൽ ഞാൻ ഒറ്റക്കാണ്, ഒരാളുമില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം പ്രിയമുള്ളവരെ എത്ര ഭീകരമായിരിക്കും. പള്ളിക്കാട്ടിലൂടെ നമ്മൾ നടന്നിട്ടില്ലേ? അവിടെ പണക്കാരന്റെ ഖബറുകളുണ്ട്, പാവങ്ങളുടെ ഖബറുകളുണ്ട്, മീസാൻ കല്ലുകൾ ഒട്ടുരുമ്മി നിൽക്കുന്ന തൊട്ടു നിൽക്കുന്ന കൊച്ചു കുരുന്നുകളുടെ ഖബറുകളുണ്ട്. ആ ഖബറുകളിലൊക്കെ ഒരുപാട് മനുഷ്യർക്ക് അവരുടെ നഷ്ടപ്പെട്ട സമയങ്ങളെക്കുറിച്ച് പലതും പറയാനുണ്ട്. ആ ഖബറുകൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ നഷ്ടപ്പെടുത്തിയ സമയങ്ങളെക്കുറിച്ച് അവർ പറയുമായിരുന്നു. അതുകൊണ്ട് ഖബർ ഒരു വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല ഒരു ഖബറിനരികിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കരയാൻ തുടങ്ങും. ഖബർ കണ്ടാൽ കരയും. അദ്ദേഹത്തിന്റെ താടി നനയുന്നതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഖുതുബ, ഖബറിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി ഖുതുബ നിർവഹിച്ചപ്പോ ഹദീസിൽ കാണാം, സ്വഹാബികൾ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അപ്പൊ കഴിഞ്ഞിട്ട് ആരും തിരിച്ചു പോണില്ല, അവിടെ ഇരിക്കാണ്. ഖബറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് സ്വഹാബത്ത് ആ പള്ളിയിൽ റസൂലുള്ളാഹിയുടെ മുന്നിൽ ഇരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നൽ ഖബ്റ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തെ ആദ്യത്തെ ഭവനമാണ് ഖബർ. അവിടെ രക്ഷപ്പെട്ടാൽ വിജയിച്ചു, അവിടെ പരീക്ഷണാണോ എങ്കിൽ പ്രയാസമാണ് മുന്നോട്ടുള്ള പോക്ക്. നമ്മൾ എത്ര ആളുകൾ ആ ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? അവിടേക്ക് നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ സമ്പാദ്യങ്ങളല്ല, നമ്മുടെ അമലുകളാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾക്ക് ദുനിയാവ് വലുതായിട്ടില്ല, ദുനിയാവിന്റെ പിന്നാലെ അവർ ഓടിയിട്ടില്ല. അവർ ഓടിയത് ദീനിന്റെ പിന്നാലെയാണ്. ദീനിനായിരുന്നു അവരുടെ ഓട്ടം, ദീനിനായിരുന്നു അവർ വിയർപ്പ് പുരണ്ടതും പൊടി പുരണ്ടതും ഉറക്കമിളച്ചതും ദീനിനു വേണ്ടിയായിരുന്നു, ദുനിയാവിനായിരുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്ഥലത്തിരുന്നാൽ അവിടെ കുഴിച്ചാൽ സ്വർണം വിളയുമെന്നാണ് ചരിത്രം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സമ്പത്ത് ലഭിച്ച മനുഷ്യൻ ധാരാളം കൊടുത്തതിനനുസരിച്ച് അള്ളാഹു അധികരിപ്പിച്ചു കൊടുത്തു. മരണാസന്നമായി അവസാന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ വലിയ ധനാഢ്യനായി നിൽക്കുന്ന സമയം ഒരു ഭക്ഷണ സദ്യയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്. ആ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സമൃദ്ധി ലഭിച്ച, സൗകര്യങ്ങൾ ലഭിച്ച ഒരു കാലത്ത് ഇല്ലായ്മകളെ കുറിച്ച് ആലോചിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നത്, ഖുതില ഹംസ, ഹംസ റളിയല്ലാഹു തആല കൊല്ലപ്പെട്ടു, വഹുവ ഖൈറും മിന്നി, അദ്ദേഹം എന്നേക്കാൾ ഖൈറായ വ്യക്തിയാണ്. ഖുതില മുസ്അബ് റളിയല്ലാഹു തആല മരണപ്പെട്ടു, അദ്ദേഹം കൊല്ലപ്പെട്ടു, അദ്ദേഹം എന്നേക്കാൾ ഖൈറായ വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും അദ്ദേഹത്തെക്കാൾ ഖൈറായ വ്യക്തിയല്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹത്തിനാണ് ഫദ്ൽ, പക്ഷെ അദ്ദേഹത്തിന്റെ വിനയം. ഇവർ രണ്ടുപേരും എന്നേക്കാൾ ഖൈറായവരാണ്. അത് പറയാനൊരു കാരണമുണ്ട്. ആ രണ്ടുപേർ അദ്ദേഹം ഓർക്കാനൊരു കാരണമുണ്ട്. അത് ഉഹുദിന്റെ രാത്രിയാണ്. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് 3 സഹാബികൾക്ക് മറവ് ചെയ്യാൻ ഒരു തുണിയായിരുന്നു ഉണ്ടായിരുന്നത്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന് അവസാനമായി പുതക്കാനുണ്ടായിരുന്നത് ഒരു തുണിയാണ്. മുസ്അബ് റളിയല്ലാഹു തആല അൻഹു പുതക്കാനുണ്ടായിരുന്നത് ഒരു തുണിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹുവിന് പുതക്കാനുണ്ടായിരുന്നത് ഒരു തുണിയാണ്. ഹംസ റളിയല്ലാഹു തആല 2 തുണി ഉണ്ടായിരുന്നു, ഒന്ന് സഹോദരി കൊണ്ടുവന്നു. എന്നാൽ അൻസാരിയായ ഒരു സ്വഹാബിക്ക് കഫൻ പുടവ ഇല്ല എന്നറിഞ്ഞപ്പോൾ അതിലൊരു തുണി കൊടുത്തു. ഈ സ്വഹാബികളുടെ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ തുണി പുതക്കുമ്പോൾ
അദ്ദേഹത്തിന്റെ തല മറക്കുമ്പോൾ കാല് കാണുന്നു, കാല് മറക്കുമ്പോൾ തല കാണുന്നു. ഒടുവിൽ കാലിൽ പുല്ലുകെട്ടി ഒരു തുണിയിൽ പൊതിഞ്ഞ് മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെയും അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഒരു ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ കുബേരപുത്രൻ, ജനിച്ചു വളർന്നത് സമ്പത്തിന്റെ ഔന്നിധ്യത്തിൽ, പക്ഷെ മരണപ്പെടുമ്പോ ഒന്നുമില്ലാതെയാണ് യാത്ര. ദുനിയാവിൽ ഒന്നുമില്ലാതെയാണ് യാത്ര. ഖബറിലേക്ക് ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട്. ഖബറിൽ തന്നെയാണ്. മരണത്തിനപ്പുറം കൊണ്ടുപോകാനുള്ള എമ്പാടും സമ്പാദ്യങ്ങളുണ്ട്. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ യാത്ര തിരിച്ചിരുന്നത്. ദുനിയാവിന്റെ പിന്നാലെ അവർ ഓടിയിട്ടില്ല, അവരോടിയത് ഖബറിന് വേണ്ടിയായിരുന്നു. മഹാനായ അബു ഉബൈദ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു ഷാമിലെ ഗവർണറായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. മസ്ജിദുൽ അഖ്സയുടെ താക്കോൽ വാങ്ങാൻ വേണ്ടി ഉമർ റളിയല്ലാഹു തആല അൻഹു പോകുന്ന രംഗം ചരിത്രത്തിൽ കാണാം. അദ്ദേഹം പോകുമ്പോ എവിടെയാണ് അബു ഉബൈദ എന്ന് ചോദിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഷാമിൽ നസാറാക്കൾ വന്നിട്ടുണ്ട്. നസാറാക്കളുടെ വേദഗ്രന്ഥങ്ങളിൽ ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പരാമർശങ്ങളുണ്ട്. നസാറാക്കൾ അടക്കം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അദ്ദേഹം ചോദിച്ചു, എവിടെയാണ് അബു ഉബൈദ? ഇപ്പൊ വരും. കാത്തിരുന്നു. ഗവർണർ എത്തി. മറ്റുള്ള ആളുകളോട് ഉമർ റളിയല്ലാഹു തആല മാറിപ്പോകാൻ പറഞ്ഞു. ഒന്ന് മാറി നിൽക്കണം, എനിക്ക് അബു ഉബൈദയോട് സംസാരിക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് എനിക്കൊന്ന് വരണം. ഗവർണറാണ്, രാജ്യം വിശാലമായിട്ടുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഹിജ്റയുടെ 14കളിൽ അതിനുശേഷമുള്ള വ്യത്യസ്തങ്ങളായ പോരാട്ടങ്ങളിലൂടെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഖജനാവിൽ സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗവർണറുടെ വീട് കാണാൻ വേണ്ടി പോവാൻ. അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഉമർ, എന്തിനാണ് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നത്? നിങ്ങളുടെ കണ്ണുകൾ നനയിക്കാനാണോ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നത്? വീട്ടിൽ ചെന്ന് നോക്കുമ്പോ കുറച്ച് തുണികളുണ്ട്. ഇരിക്കാനുള്ള ഒരു സോഫയോ സംവിധാനങ്ങളോ ഇല്ല. ഗവർണറുടെ വീട്ടിൽ ആളുകൾക്ക് ഇരിക്കാൻ ചെറിയ കഷ്ണം തുണികളാണുള്ളത്. ചെറിയ പാത്രങ്ങളാണ്, കൊച്ചു കൊച്ചു പാത്രങ്ങൾ. അതാണ് ചെറിയ ഒരു പാത്രത്തിൽ കഴിക്കാനുള്ള ഭക്ഷണം. വലിയ തളികകളില്ല, വലിയ ഭക്ഷണം വിളമ്പാനുള്ള പാത്രങ്ങളില്ല, ഭക്ഷണം ഒരുക്കാനുള്ള സംവിധാനങ്ങളില്ല. ചെറിയ കൊച്ചു കൊച്ചു പാത്രങ്ങൾ, അതാണ് ഗവർണറുടെ വീട്ടിലെ പാത്രം. ഉമർ ചോദിച്ചു, എന്താണ് ഇന്ന് നിങ്ങളുടെ ഭക്ഷണം? അദ്ദേഹം വീടിന്റെ മൂലയിൽ ഒരു തോൽപാത്രത്തിൽ നിന്ന് ആ തോൽപാത്രം എടുത്തു കൊണ്ടുവന്ന് അതിലെ ഹുബസിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അത് ഉമർ റളിയല്ലാഹു തആല ചെറിയ പാത്രത്തിൽ വെച്ചു കൊടുത്തു. ഈ ഹുബ്സാണ് ഇന്നത്തെ ഭക്ഷണം. ഉമർ റളിയല്ലാഹു തആല കരഞ്ഞു. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് കരയുകയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, രാജ്യം വിശാലമായപ്പോൾ, സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങളൊക്കെ മാറി, ഇല്ല അൻത അബു ഉബൈദ, നിങ്ങളല്ലാതെ. സമ്പത്ത് വന്നപ്പോ ഞങ്ങൾക്കൊക്കെ പല മാറ്റങ്ങളും വന്നു, നിങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നത് ചരിത്രത്തിൽ കാണാം. അബു ഉബൈദ റളിയല്ലാഹു തആല തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഉമർ, ഭക്ഷണത്തിൽ എന്തിരിക്കുന്നു? ഭക്ഷണത്തിന്റെ വിഷയം ആലോചിച്ചിട്ട് എന്തിനാണ് ഉമർ കരയുന്നത്? ഭക്ഷണത്തിൽ എന്താണ് ഇരിക്കുന്നത്? ഇതല്ലല്ലോ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മുൻഗാമികളുടെ വിഷയം ഖബറായിരുന്നു, മരണത്തിനപ്പുറമുള്ള ജീവിതമായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു അവർ സമയം കണ്ടെത്തിയതും അവരാലോചിച്ചതും അവർ പണിയെടുത്തതുമെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ഒരു കാലമാണ് ഈ ദുനിയാവിൽ നമുക്കുള്ളത്. അതിനിടയിൽ നമ്മൾ ദഅ്വാ രംഗത്ത് ഇടപെടുന്ന ഒരു ഇടപെടൽ, നമ്മുടെ പരിശുദ്ധ ഖുർആന്റെ പാരായണം, ദീനി രംഗത്തെ നമ്മുടെ കൊച്ചു കൊച്ചു സേവനങ്ങൾ, സഹോദരന്മാരെ, അത് പരലോകത്തേക്കുള്ള സമ്പാദ്യങ്ങളാണ്, നിധികളാണ്. ഒരു തസ്ബീഹ്, തക്ബീർ നാളേക്കുള്ള നിധിയാണ്, നാളേക്കുള്ള സമ്പാദ്യമാണ്. ഖബറിലേക്കുള്ള സമ്പാദ്യങ്ങൾ വാരിയെടുക്കുക. ആർക്കും വേണ്ടാത്ത കുറെ ചവറുകളുടെ പിന്നാലെ, കുറെ മാലിന്യങ്ങളുടെ പിന്നാലെ, വില കുറഞ്ഞ വിനോദങ്ങളുടെ പിന്നാലെ പോയി നാളെ മരണത്തെ കണ്ടുമുട്ടുമ്പോൾ സങ്കടപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കഥയാണെങ്കിലും അതിൽ വല്ലാത്തൊരു അത്ഭുതം തോന്നി. ഒരു പെൻസില് നിർമ്മിച്ച് പെൻസിലിനെ ഫാക്ടറിയിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് ആ ഫാക്ടറിയുടെ ഉടമസ്ഥൻ 4 നിർദ്ദേശങ്ങൾ ആ പെൻസിലിന് കൊടുത്തു എന്നാണ്. ഒന്നാമത് ആ പെൻസിലിനെ പിടിച്ചിട്ട് പറഞ്ഞു, പെൻസിലെ, ചിലപ്പോ നിന്നെ കിട്ടുന്ന ആൾ കത്തി കൊണ്ട് ചെത്തി മിനുക്കും, നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് നിന്നെ ചെത്തി മിനുക്കി നിന്നെ മൂർച്ച കൂട്ടും. ആ ചെത്തലും മിനുക്കലും നിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ശക്തമായ പരീക്ഷണം ഉണ്ടാവും.
അല്ലാഹു തആല ശക്തമായ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് ചെത്തി മിനുക്കും. അത് പരലോകത്തിന് വേണ്ടിയിട്ടാണ്. പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ നടക്കേണ്ടി വരും. ദുനിയാവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 40 വയസ്സുവരെ വിളിച്ചത് അൽ അമീൻ എന്നാണ്. 40ാമത്തെ വയസ്സിന് ശേഷം വിളിച്ചു ഖദ്ദാബ്, പെരുങ്കള്ളനാണ് നീ. നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ കള്ളാന്ന് വിളിച്ചാലുള്ള വികാരം എന്താ? കള്ളാന്ന് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ വിളിച്ചാൽ നമ്മുടെ വികാരം എന്താണ് പ്രിയമുള്ളവരെ? 13 വർഷക്കാലം പിറകെ നടന്നു വിളിച്ചു ഖദ്ദാബ്. രണ്ടാമത്തെ പേര് മജ്നൂൻ, മുഹമ്മദേ ഭ്രാന്താണ് നിനക്ക്. തലക്ക് സുഖല്യാന്നൊരുത്തൻ കമന്റ് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വികാരം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകെ നടന്നവർ വിളിച്ചു മജ്നൂനാണ് മുഹമ്മദേ. മൂന്നാമത്തെ പേര് അബുത്തർ, വേരറ്റവനാണ്. നമ്മുടെ കുടുംബത്തിലൊരു മരണം നടന്നാൽ, വീട്ടിലൊരു മരണം നടന്നാൽ കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും വരും. സമാധാനിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും ആളുകൾ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ മരണം നടന്നപ്പോ അവിടെ ഉണ്ട് കുടുംബക്കാര്, അവിടെയും ഉണ്ട് പ്രിയപ്പെട്ടവർ. പക്ഷെ അവർക്ക് പറയാനുള്ളത് മുഹമ്മദേ വേരറ്റുപോയടാ, വേരറ്റുപോയടാ, ഒരാളാലും അറിയപ്പെടാതെ നിന്റെ കുലം നശിക്കുകയാണ്, മുറിവിൽ എരുവാരി തേക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ആ പഴയ അൽ അമീൻ തന്നെയാണ് നല്ലത്, ഖദ്ദാബും മജ്നൂനും അബുത്തറൊക്കെ ഒഴിവാക്കി ഞാൻ തിരിച്ചു പോവാണ്? സഹോദരന്മാരെ, ദുനിയാവിലെ ജീവിതാണ്. ശക്തമായ പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും. രണ്ടാമതായി അയാൾ പെൻസിലിനോട് പറയാണ്, പെൻസിൽ നിന്നെ ചിലപ്പോ കിട്ടുക ഒരു ആശാരിയുടെ കയ്യിലാകും. ആശാരി മരത്തിൽ പിടിച്ചെഴുതും. ചിലപ്പോ ഒരു കൽപ്പണിക്കാരന്റെ കയ്യിൽ കിട്ടും, അയാൾ കല്ലിൽ പിടിച്ചെഴുതും. ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടിയ നിലത്ത് പിടിച്ചെഴുതും. ജീവിതം എപ്പോഴും ഒരുപോലെയാണെന്ന് കരുതരുത്. നമ്മുടെ ജീവിതം അങ്ങനെയാണ്, എപ്പോഴും ഒരേപോലെ ആവില്ല. പടച്ചോൻ ചിരിക്കാൻ തീരുമാനിച്ച സമയമുണ്ട്, ആ സമയത്ത് നമ്മൾ ചിരിക്കും. ചിരിപ്പിക്കുന്നത് റബ്ബാണ്, കരയിപ്പിക്കുന്നതും പടച്ച റബ്ബാണ്. ചിരിക്കാൻ തീരുമാനിച്ച സമയത്ത് നമ്മൾ ചിരിക്കും, കരയാൻ തീരുമാനിച്ച സമയത്ത് നമ്മൾ കരയും. നമ്മൾ വിചാരിച്ച ചിരിക്കാൻ കഴിയൂല. ചിരിക്കണമെങ്കിൽ കവിളിൽ ചില പ്രവർത്തനം നടക്കണം. ചിരി വരാത്തൊരു മനുഷ്യൻ ചിരിച്ചാൽ ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ ഇളിക്കാന്ന് പറയാം. റബ്ബ് തീരുമാനിച്ചതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം. മൂന്നാമതായി അയാളെ പെൻസിലിനോട് പറയാണ്, എടുത്താണ് തെറ്റുപറ്റും. തെറ്റു വന്നാൽ ഉടനെ നിന്റെ പിന്നിൽ റബ്ബറുണ്ട്, ഉടനെ മായ്ച്ചു കളയണം. ജീവിതമാണ്, തെറ്റുപറ്റും. കമാൽ എന്നുള്ളത്, പൂർണ്ണത എന്നുള്ളത് പടച്ചറബിന്റെ സിഫത്താണ്. മനുഷ്യരാണോ തെറ്റുകൾ വരും. എവിടെ തെറ്റു വന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ ഖേദിച്ചു മടങ്ങാൻ, ഉടനെ തിരുത്താൻ കഴിയണം. എന്താ തൗബ? നമുക്കൊരു സ്ഥലത്തേക്ക് യാത്ര പോകണം. യാത്ര പോകുമ്പോൾ പോകുന്ന ബസ് മാറി എന്നറിഞ്ഞാൽ ഉടനെ നമ്മൾ തിരിച്ചിറങ്ങും, പോകേണ്ട സ്ഥലത്തേക്ക് കയറും. ആ തിരിച്ചിറക്കാണ് തൗബ. പോകേണ്ടത് സ്വർഗത്തേക്കാണ്, പക്ഷെ പോണ വഴി മാറിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. പോകേണ്ടത് സ്വർഗത്തിലേക്കാണ്. അള്ളാഹുവിന്റെ സ്വർഗമാണ് നമ്മൾ കൊതിക്കുന്നത്. പക്ഷെ പോകുന്ന വഴി മാറിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ ഉടനെ തിരിച്ചു മടങ്ങലാണ്. പ്രിയമുള്ളവരെ, തൗബ ഖേദിച്ചു മടങ്ങലാണ്. നാലാമതായിട്ട് അയാൾ പെൻസിലിനോട് പറഞ്ഞു, പല വർണ്ണത്തിൽ നീണ്ടാകും, പല കോലത്തിലായിരിക്കും, പല രൂപത്തിലായിരിക്കും. ഏത് വർണ്ണമാണെങ്കിലും ഏത് കോലത്തിലാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ആ കറുത്ത ലഡ്ഡു മാത്രമാണ് നീ, അതുമാത്രമാണ് നീ. എത്ര വലിയവനാണെങ്കിലും എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും പ്രിയമുള്ളവരെ, മണ്ണ് തിന്നാനുള്ളതാണ് ഈ ശരീരം. മണ്ണിന് തിന്നാനുള്ളതാണ് നമ്മുടെ ശരീരം. മയ്യത്ത് കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കവിളിലെ തുണി മാറ്റും, പെട്ടെന്ന് മണ്ണ് തിന്നാനാണ്. പൊട്ടി ഒലിക്കാനുള്ളതാണ് കണ്ണുകൾ, പൊട്ടി ഒലിക്കാനുള്ളതാണ് നമ്മുടെ കവിളുകൾ. മണ്ണിലേക്ക് വെച്ച് മണ്ണ് തിന്നുവാനുള്ളതാണ്. ഏത് സമയത്തും ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിക്കേണ്ടവരാണ്. ഈ കഴിഞ്ഞ ഈദ് കിസ്വയുടെ ഭാഗമായി കാസർഗോഡ് ഭാഗത്ത് നമ്മുടെ പ്രവർത്തകന്മാര് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോ, പുതിയ ഡ്രസ്സുമായി ചെന്നപ്പോ കണ്ട കാഴ്ച, വീടിന്റെ മുന്നിൽ
കഫൻ പുടവയിൽ പൊതിഞ്ഞു കിടക്കുന്ന ആ 8ാം ക്ലാസ്സിലെ പെൺകുട്ടിയാണ്. ആ കുട്ടിയെ പോയി കണ്ടപ്പോഴും അന്വേഷിച്ചപ്പോഴും നമ്മൾ കണക്ക് കൂട്ടിയത് നമ്മൾ വാങ്ങുന്ന പുതിയ വസ്ത്രം ധരിച്ച് ആ കുട്ടി പെരുന്നാളിന് സന്തോഷിക്കുമെന്നാണ്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം 3 ദിവസം മുമ്പ് കഫൻ പുടവയിൽ പൊതിഞ്ഞ് ഈ ദുനിയാവൊന്ന് പോണെന്നാണ്. എപ്പോ എങ്ങനെയൊന്നും നമുക്കറിയില്ല. എപ്പോൾ അള്ളാഹുവിന്റെ വിളി വന്നാലും ഈ ദുനിയാവിലെ ആയുസ് തീർന്നാൽ ഉടനെ തിരിച്ചു പോകുവാനുള്ള ഒരുക്കം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഒരുക്കൂട്ടി വെച്ച സമ്പത്ത് കൊണ്ട് പടച്ചോന്റെ ശിക്ഷനെ തടുക്കാൻ കഴിയില്ല എന്ന് പ്രളയത്തിൽ നമ്മൾ പഠിച്ചു. നമ്മുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ തടുക്കാൻ കഴിയില്ല, നമ്മൾ തിരിച്ചറിഞ്ഞു. പ്രളയം വന്നപ്പോ അത്രയും കാലം ഒരുക്കൂട്ടി വെച്ച 20 വർഷത്തെ അധ്വാനം, അവന്റെ വീട് അവസാനത്തൊരു കാഴ്ചയും കണ്ട് കയ്യിൽ എന്തൊക്കെ കിട്ടോ അതും പിടിച്ച് തിരിച്ചു നടന്നു. കാർപോർച്ചിൽ നിർത്തിവെച്ച കാറ് കൊണ്ട് പടച്ചോന്റെ ശിക്ഷ വരുമ്പോ ഓടി രക്ഷപ്പെടാൻ കഴിയൂല എന്ന് തിരിച്ചറിഞ്ഞു നമ്മൾ. അലമാറയിൽ ഒരുക്കൂട്ടി വെച്ച സമ്പത്ത് പടച്ചോന്റെ ശിക്ഷ ഇറങ്ങുമ്പോ താങ്ങാകില്ല, തണലാകില്ല, തിരിച്ചറിഞ്ഞു നമ്മൾ. അതുകൊണ്ട് ജീവിതം ആത്മാർത്ഥമായി ഒന്ന് വിലയിരുത്തുക. ചില മാറ്റങ്ങൾ അനിവാര്യമായി നമ്മുടെ ജീവിതത്തിൽ വേണം. മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത് അവിടെ ഒരു ബസ് കത്തിയപ്പോ ഉപ്പ പുറത്തേക്ക് ചാടി. പുറത്തേക്ക് എത്തിയപ്പോഴാണ് ഈ മനുഷ്യൻ അറിയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ബസ്സിനുള്ളിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്കെത്തിയ ഈ മനുഷ്യൻ ഉടനെ തന്നെ ബസ്സിനുള്ളിലേക്ക് പിടിച്ച് കയറി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പുറത്തേക്കെത്തിച്ചു. തന്റെ 2 മക്കളെയും പുറത്തേക്കെത്തിക്കുന്നതിനിടയിൽ ആ മനുഷ്യന്റെ വസ്ത്രത്തിലേക്ക് തീ ആളിപ്പടർന്ന് കരിഞ്ഞ് കരിക്കഷ്ണമായി തീർന്നു. സഹോദരന്മാരെ, ഈ ഉപ്പ നാളെ പരലോകത്തെത്തും. സ്വന്തം ജീവൻ നൽകിയ ശരീരത്തിൽ തീ ആളിപ്പടരുമ്പോഴും വസ്ത്രത്തിലൂടെ തീ ആളിപ്പടരുമ്പോഴും തന്റെ മക്കളെ സ്നേഹിച്ച പ്രിയപ്പെട്ട പിതാവ് നാളെ പരലോകത്ത് പറയും, പടച്ചോനെ, എന്റെ മകനെ നൽകാം, എന്റെ ഉപ്പയെ നൽകാം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നൽകാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. അപ്പൊ എത്ര ഭീകരമായിരിക്കും, എത്ര ഭീകരമായിരിക്കും സഹോദരന്മാരെ ആ ദിവസത്തിന്റെ രംഗം. നമ്മൾ ഈ സ്വർഗം കേട്ട്, നരകം കേട്ട്, മരണം കേട്ട് നമുക്കതിന്റെ വില നഷ്ടപ്പെട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, കളിതമാശയല്ല ഇത്. ഇത് ഏതെങ്കിലും ഒരു അമർ ചിത്രകഥയല്ല. എത്ര നിഷേധിച്ചാലും കണ്ണുകൾ കൊണ്ട് കാണാനുള്ള രംഗമാണ് സഹോദരന്മാരെ. എല്ലാവരും ഒറ്റക്കൊറ്റക്ക് നാളെ പരലോകത്തു വരും. ഒറ്റക്കൊറ്റക്ക് നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ കടന്നു വരുന്ന ഭീകരമായ ദിവസമുണ്ട്. ഇവിടെ എന്ത് തോന്നിവാസം ചെയ്താലും ന്യായീകരിക്കാൻ ആളുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി വാദിക്കാൻ ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നാളെ പരലോകത്ത് പടച്ചിറപ്പിന്റെ മുന്നിലെത്തുമ്പോ അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്, ഐനൽ മുതകബ്ബിറൂൻ, അഹങ്കരിച്ചവരെവിടെ? ഇവിടെ പടച്ചോൻ നമസ്കാരത്തിലേക്ക് വിളിക്കുമ്പോഴും ദുനിയാവ് തേടി യാത്ര തിരിച്ചവനാണ്. പക്ഷെ നാളെ പരലോകത്ത് പേടിച്ചു കണ്ണുകൾ താഴ്ത്തിയവനായിരിക്കും. നിന്യത കാരണത്താൽ പേടിച്ചവരുടെ കണ്ണുകൾ താഴ്ന്നിരിക്കും. ദുനിയാവില് നെഞ്ചു വിരിച്ച് നടന്നവനാണ്. ഒരാളോട് തോറ്റുകൊടുക്കാൻ കഴിയില്ല, ഒരാളോടും തോറ്റുകൊടുക്കാനുള്ള മനസ്സില്ലാത്തവനാണ്. പക്ഷെ സഹോദരന്മാരെ, നാളെ പരലോകത്തിന്റെ അവസ്ഥ അവിടെ നാവ് കൊണ്ട് വാദിച്ച് ജയിക്കലില്ല. ഇവിടെ നമ്മളൊരു തോന്നിവാസം ചെയ്ത്, എത്ര വലിയ തോന്നിവാസം ചെയ്ത് പിടിക്കപ്പെട്ടാലും നാവിന് എല്ലില്ലാത്തോണ്ട് നല്ല സൗകര്യമാണ്, നമ്മൾ പറയും ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ നാളെ പരലോകത്ത് അവരുടെ കൈകൾ സംസാരിക്കും. കൈകൾ സംസാരിക്കും, പടച്ചോനെ, ഇന്ന ദിവസം ഇന്ന സമയം അവൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ കൈകൾ സംസാരിക്കും. കാലുകൾ അതിന് സാക്ഷി പറയും. ഭൂമി അതിന്റെ വർത്തമാനം പറയുന്ന ദിവസമാണ്.
ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും. ആ ഒരു രംഗം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? ഭൂമി സംസാരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിയ ബെഡ്റൂമും നമ്മുടെ ബാത്റൂമും നമ്മൾ പഠിച്ച കോളേജും ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വന്ന വഴിയോരങ്ങളും നമ്മുടെ കച്ചവട സ്ഥലങ്ങളും സംസാരിക്കാൻ തുടങ്ങും. എവിടെ നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുക? ആരുടെ മുന്നിലാണ് നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയുക? ഭൂമി സംസാരിക്കും പടച്ചോനെ, ഇന്ന സമയം, ഇന്ന ദിവസം, ഇന്ന സെക്കൻഡ് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് ഭൂമി അതിന്റെ സംസാരം നിർവഹിക്കുന്ന ഭീകരമായ ദിവസമായിരിക്കും. എത്ര ഭീകരമായിരിക്കും സഹോദരന്മാരെ ആ ദിവസത്തിന്റെ രംഗം. 20 വർഷം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പണ്ട് നാളെ പരലോകത്ത്. രാത്രി ആരും കാണാത്ത സമയത്ത് തന്റെ തലയിണയുടെ അടിയിൽ നിന്ന് മകന്റെ ഫോട്ടോ എടുത്ത്, മകളുടെ ഫോട്ടോ എടുത്ത് നെഞ്ചത്ത് ചേർത്ത് വെച്ച് കരയുന്ന പിതാക്കൾ എന്തിനാ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നത്? മകൾക്ക് നല്ല ജീവിതം വേണം, മകന് നല്ല ജീവിതം വേണം, ഭാര്യക്ക് നല്ല ജീവിതം വേണം. സ്വന്തം ജീവിതം മെഴുകുതിരി പോലെ കത്തി എരിയുമ്പോഴും മക്കളെ സ്നേഹിച്ചവർ നാളെ പരലോകത്ത് വിരണ്ടോടുമെന്നാണ്. മോളെ കാണുമ്പോ മോളെ എന്താ എന്റെ കുട്ടിന്റെ അവസ്ഥ ഒരു ബാപ്പിൻ ചോദിക്കൂല. ഇത്രയും കാലം എന്റെ കൂടെ കഴിഞ്ഞ പ്രിയപ്പെട്ട ഭാര്യയോട് എന്താണ് മോളെ, എന്താ നിന്റെ അവസ്ഥ, സ്വർഗമാണോ നരകമാണോ ഒരാളും ചോദിക്കാൻ നിൽക്കില്ല. എല്ലാവർക്കും പറയാനുള്ളത് നഫ്സി 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 നഫ്സിയ, എന്റെ കാര്യം, എന്റെ കാര്യം. മറ്റൊരാളുടെ കാര്യം നോക്കാനും അവിടെ ഒരു മനുഷ്യരുമില്ല.